ആന്ധ്രയിൽ വൻ സ്വർണ്ണ നിക്ഷേപമെന്ന സൂചന. ഇന്ത്യയിലെ പുതിയ സ്വർണ്ണ ഖനിയാകാൻ ആന്ധ്രാപ്രദേശ് ഒരുങ്ങുന്നു. ആന്ധ്രയിൽ 50 ടൺ സ്വർണ്ണ നിക്ഷേപം രാജ്യത്തിന്റെ ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനത്തിന് പുതിയ വഴി തുറക്കുകയാണ്. ആന്ധ്ര ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഉൽപാദന കേന്ദ്രമായി മാറുമെന്നും സൂചന. രാജ്യത്തെ സ്വർണ്ണോൽപാദന രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശ്. പുതിയ ഖനന മേഖലകൾ കണ്ടെത്തിയതും സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് സർക്കാർ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതും സംസ്ഥാനത്ത് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇതോടെ സ്വർണ്ണത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ നിലപാടിലും മാറ്റമുണ്ടാകും എന്നാണ് ഖനന ഭൂഗർഭ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുകേഷ് കുമാർ മീണ പറയുന്നത്. സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു നിക്ഷേപവും അതുപോലെ തന്നെ ഒരു ധാതുവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഇതുപോലെ സ്വർണ്ണ ഖനനം നടത്താൻ സാധിക്കുകയാണ് എങ്കിൽ ഭാരതം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്, ഈ ഒരു കാര്യത്തിൽ ആശ്രയിക്കുന്നത് നല്ലൊരു രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനത്തിന് കേന്ദ്ര സർക്കാർ നല്ലൊരു പ്രാധാന്യം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനം കോലാർ സ്വർണ്ണ ഖനികൾ പൂട്ടിയതിനു ശേഷം കുറഞ്ഞിരിക്കുകയാണ്. എന്നാലും ആ സ്വർണ്ണ ഉൽപാദനം കൂടി ഈ ഒരു ഖനി തുറക്കുന്നതിലൂടെ, ഇവിടെ ഖനനം നടത്തുന്നതിലൂടെ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും എന്നത് ഇന്ത്യക്കും പുതിയ പ്രതീക്ഷ നൽകുകയാണ്. കണ്ണൂർ ജില്ലയിലെ ജോന്നാഗിരി ഗ്രാമത്തിൽ മാത്രം ഏകദേശം 50 ടൺ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനു പുറമെ രാമഗിരി, ജവ്വാകുല, ചിഗുരുകുണ്ട എന്നിവ ഉൾപ്പെടെ 4 പ്രധാന മേഖലകളിലും സ്വർണ്ണ ഖനന സാധ്യതകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ മേഖലകളിലെ ഖനനാവകാശങ്ങൾ ഘട്ടം ഘട്ടമായി ലേലം ചെയ്യുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിനും സർക്കാർ പദ്ധതിയിടുകയാണ്. 2000 കർണാടകയിലെ പ്രശസ്തമായ കോലാർ ഗോൾഡ് ഫീൽഡ്സ് പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ രാജ്യത്തെ ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. നിലവിൽ കർണാടകയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹട്ടി ഗോൾഡ് മൈൻസ് വർഷത്തിൽ ഏകദേശം 1.5 ടൺ സ്വർണം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ വാർഷിക സ്വർണ്ണ ഉപഭോഗം 800 ടണ്ണിലധികമായതിനാൽ ആഭ്യന്തര ഖനനം ശക്തിപ്പെടുത്തിയാൽ വിദേശ നാണ്യ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണ ഖനന പദ്ധതിയും ജോന്നാഗിരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 400 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് 598 ഹെക്ടർ വിസ്തൃതിയുള്ള ഓപ്പൺ പിറ്റ് ഖനി വികസിപ്പിച്ചത്. അടുത്ത 15 വർഷക്കാലം പ്രതിവർഷം ഏകദേശം 1000 കിലോഗ്രാം ശുദ്ധീകരിച്ച സ്വർണം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഖനന പ്രക്രിയ പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ സ്വർണത്തിന് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ രീതി തന്നെ മാറി മറിയും എന്നാണ് ഇപ്പോൾ രാജ്യം പ്രതീക്ഷിക്കുന്നത്. ആധുനിക ഖനന സാങ്കേതിക വിദ്യകൾക്ക് ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലേല നടപടികളിലൂടെയാണ് ഖനനാവകാശങ്ങൾ അനുവദിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിൽ 1 ടൺ പാറ സംസ്കരിക്കുമ്പോൾ 1 ഗ്രാം മുതൽ 6 ഗ്രാം വരെ മാത്രമാണ് സ്വർണം ലഭിക്കുക. എന്നാൽ കാർബൺ ഇൻ ലീച്ച് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. അങ്ങനെ കടുപ്പമേറിയ പാറകളിൽ നിന്നും കൂടുതൽ കാര്യക്ഷമമായി സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിച്ചാൽ രാജ്യത്തിന്റെ ധാതു സ്വയം പര്യാപ്തതയിൽ ആന്ധ്രാപ്രദേശ് നിർണായക പങ്ക് വഹിക്കും എന്നാണ് പ്രതീക്ഷകൾ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.